ഇന്നത്തെ കറിയാണേ. കറിയുടെ പേരും പറഞ്ഞ് ഞങ്ങൾ ഇന്ന് കശാപ്പിശയാണ്. കാരണം ഈ മനുഷ്യൻ ചാറുകറിയൊന്നും കൂട്ടത്തില്ല. ഇങ്ങേർക്ക് കോവയ്ക്കായിട്ട് ഇഷ്ടവുമില്ല. എന്നാൽ പച്ചക്കറി വാങ്ങിക്കുന്ന കൂട്ടത്തിൽ കോവയ്ക്ക വാങ്ങിച്ചുകൊണ്ടും വരും. രാവിലെ ചോദിച്ചു കോവയ്ക്ക തോരൻ വെക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ. അപ്പന് വിളി ഞാൻ ഇന്നും കേട്ടു. എന്നാൽ ഞാൻ ഓർത്ത് എന്നാൽ ഇന്ന് അതുകൊണ്ട് തന്നെ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള കാര്യമേ ഉള്ളെന്ന് ഓർത്തുണ്ട് ഞാനിന്ന് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ഓർത്തെന്നാൽ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. എൻ്റെ അപ്പനെ പറഞ്ഞല്ലേ, എന്നാൽ പിന്നെ ഞാൻ ഇന്ന് അത് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ഞാനും വിചാരിച്ചു. എന്നാൽ പിന്നെ ഞാനത് എണ്ണയൊക്കെ ഇട്ട് നല്ല എണ്ണയ്ക്കകത്തിട്ട് പച്ചമുളകൊക്കെ കീറിയിട്ട് നല്ല സെറ്റാക്കി വറുത്ത് കോരി കേട്ടോ. കുറച്ച് കരിയാപ്പിലൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എന്നാ പറയുന്നത്, അടുത്ത കറി എന്നാന്നിങ്ങനെ ചിന്തിക്കുക. എനിക്കാണെങ്കിൽ അങ്ങ് ആകെ ദേഷ്യം വന്നിട്ട് വയ്യ. എന്ത് ഈ ചോറിന് കൊടുക്കുന്നേ, ചാറ് കറി ഒട്ട് പോകത്തുമില്ല. എന്നാൽ പിന്നെ ഞാൻ ഓർത്തുന്ന ഒരു മുട്ട എടുത്ത് തേങ്ങയൊന്നും ഇല്ലാതെ കൊണ്ട് അടുത്ത മുട്ട ഒരെണ്ണം ഈ മുട്ട തല്ലിക്കുട്ടുകയില്ലേ, തോരൻ വയ്ക്കത്തില്ലേ, അങ്ങനെ ഒരു മുട്ടത്തോരൻ അടുത്തത് വെച്ചു. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ഓർത്ത് ഇനി ഇത് രണ്ടും കൂട്ടി മെഴുക്കുവരട്ടിയും മുട്ടത്തോരനും കൂട്ടി എങ്ങനെ ചോറ് കഴിക്കുന്നത്, അതിന് എന്തേലും ഒരു എന്താ പറയുന്നത്, ഒരു ചാറിൻ്റെ എന്തേലും ഒരു മയം വേണമല്ലോ. അപ്പം ഞാൻ എടുത്തു ഫ്രിഡ്ജിൽ എന്നാൽ പിന്നെ കട്ട തൈരിരിപ്പുണ്ട്. ഇന്ന് ആ തൈരിനകത്ത് കുറച്ച് സവോള ഉള്ളി ഒന്നും ഇട്ടില്ല, ചുമ്മാതെ കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ട് അതും കുറച്ച് ചാറാക്കി. ചാറല്ല, കട്ട തൈര് തന്നെ. കട്ട തൈരിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് അതും എടുത്തു. അങ്ങനെ കോവയ്ക്ക മെഴുക്കുവരട്ടിയും വറുത്ത് കോരിയതും, മെഴുക്കുവരട്ടിയല്ല വറുത്ത് കോരിയതും, നമ്മുടെ മുട്ടത്തോരനും തൈരും എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനും ഇത് കഴിച്ചപ്പോൾ ഇത്രയും ഓർത്തില്ല കേട്ടോ, ഇത് ഇത്രയും സെറ്റാകുമെന്ന്. നല്ല മണമൊക്കെ വന്നിട്ട് എന്നാ പറയുക, നമുക്ക് അവിടെ ഒന്നും നമ്മുടെ അടുക്കളയ്ക്കകത്തൊക്കെ നിൽക്കാൻ വയ്യാത്ത രീതിയിലായിരുന്നു. ഞാൻ എന്നിട്ടിത് പൊതിയെല്ലാം കൊടുത്തു, കെട്ടിക്കൊടുത്ത് വിട്ടിട്ട് ഉച്ചയ്ക്ക് ചുമ്മാതെ നൈസായിട്ടൊന്ന് വിളിച്ച് നോക്കി. നമുക്ക് ഒരു ഇങ്ങനെ സ്വരം കേൾക്കുമ്പോൾ അറിയാമല്ലോ എങ്ങനെ ഏതറ്റം വരെ പോകുമെന്നുള്ളത്. ചുമ്മാ ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചോ ചോറൊക്കെ കഴിച്ചോ, എങ്ങനെ ഉണ്ട്? അടിപൊളി കോവയ്ക്ക വറുത്തതായിരുന്നു. ഇങ്ങനെ ഉണ്ടാക്കി തന്നാൽ തന്നെ കുഴപ്പം ഉടനെ ചോദിച്ചു. അപ്പോൾ എങ്ങനെയുണ്ട്, ആര് ശശിയായി? നമ്മൾ ശശിയായി. അപ്പോൾ കോവയ്ക്ക ഞാൻ എന്നും കൊണ്ടിരുന്നത് പഴുത്തിട്ടെടുത്ത് കളയുക കേട്ടോ. ഏതായാലും ഇങ്ങനെ ഉണ്ടാക്കി അത് മൊത്തം ചിലവായിപ്പോയി. അപ്പോൾ ഇനി നിങ്ങളും ഇതുപോലെ കോവയ്ക്ക ഇഷ്ടമില്ലാത്തവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കണേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ടാറ്റാ ബൈ ബൈ, സി യു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ ബൈ ബൈ, സി യു. നാളത്തെ വ്ളോഗുമായിട്ട് വരാം.